ഒറ്റ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തോടെ ഭാരത് ജോഡോ യാത്രയുടെ രൂപം തന്നെ മാറിപ്പോകുന്ന കാഴ്ചയാണ് കാണാനായത്. ഭാരത് ജോഡോ എന്നുള്ളത് ഭാരത് ന്യായ് എന്നാക്കി മാറ്റി മോദി കോട്ട എന്നുറച്ച് BJP വിശ്വസിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയിലൂടെയാണ് ഈ മുദ്രാവാക്യവുമായി രാഹുലും പരിവാരങ്ങളും നീങ്ങുന്നത്. അതും രണ്ടാം യാത്ര തുടങ്ങുന്നത് തന്നെ മോദി തിരിഞ്ഞുപോലും നോക്കാത്ത മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്നുമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ 6000 കിലോമീറ്ററിന് മുകളിലുള്ള യാത്ര രാഹുലിനെ അജയ്യനാക്കുമെന്ന് തീർച്ച. ശ്രീനഗറിലെ മഞ്ഞിൽ രാഹുലിന്റെ വാക്കുകൾ കേട്ട ഓരോ ജനതയും ഇനിയും രാഹുലിനെ കേൾക്കും. കാരണം രണ്ടാം ഭാരത് ജോഡോ യാത്രയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നീതി കിട്ടും വരെ എന്നുള്ളതാണ്. അതായത് ഇന്നും നാളെയും ഒന്നും ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ചുരുട്ടിപ്പിടിച്ച് വീട് പിടിക്കാമെന്ന് രാഹുലോ കോൺഗ്രസ് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നീതി കിട്ടും വരെ പോരാടുക തന്നെ ചെയ്യുമെന്നാണ് രക്തസാക്ഷികളുടെ മകനും പൗത്രനുമായ രാഹുലും പ്രിയങ്ക ഗാന്ധിയും പറയുന്നത്. ഈ മുദ്രാവാക്യത്തെ കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ജയറാം രമേശ്, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരൊക്കെ ഒപ്പമുണ്ടായിരുന്നു. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് യാത്രയുടെ മുദ്രാവാക്യം പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര ജനുവരി 14 ആരംഭിക്കുമെന്ന് ഖാർഗെ പറയുകയും ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക നീതി ലഭിക്കാൻ വേണ്ടിയുള്ള സുപ്രധാന ചുവടാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജനുവരി 14 ആരംഭിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മാർച്ച് 20-21 അവസാനിക്കും. 110 ജില്ലകളിലൂടെ 6713 കിലോമീറ്ററാണ് യാത്ര കടന്നു പോവുക. 100 ലോക്സഭാ മണ്ഡലങ്ങളുടെയും 337 നിയമസഭാ മണ്ഡലങ്ങളുടെയും യാത്ര കടന്നു പോകും. മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മുംബൈയിലാണ് സമാപിക്കുക. BJP ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലൂടെയും യാത്ര കടന്നു പോകുന്നുണ്ട് എന്നത് ഈ യാത്രയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മണിപ്പൂർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ബംഗാൾ, ഒഡീഷ തുടങ്ങി നേരത്തെ ഭാരത് ജോഡോ യാത്ര സാന്നിധ്യം അറിയിച്ചിട്ടില്ലാത്ത സംസ്ഥാനങ്ങളാണ് ഇത്തവണ ന്യായ് യാത്ര ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിന് സാന്നിധ്യം കുറവുള്ള സംസ്ഥാനങ്ങളാണ് മിക്കതും. അതുകൊണ്ട് തന്നെ ഈ യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് അറിയാനുള്ളതാണ്, കാത്തിരിക്കാനുള്ളതാണ്. ദക്ഷിണേന്ത്യയിൽ കർണാടകം അടക്കമുള്ള ഇടങ്ങൾ ഈ യാത്രയുടെ രാഹുലിനെ കോൺഗ്രസിനോടൊപ്പം കൂടിയതുപോലെ ഇവിടങ്ങളിലും സ്വീകരിച്ചാൽ അത് മോദിക്കൊരു തിരിച്ചടിയാവും സമ്മാനിക്കുക എന്നുള്ളത് ഉറപ്പു തന്നെയാണ്.